രാമചന്ദ്രൻ, നമ്മൾ സിനിമയുടെ മാറ്റത്തെ, മലയാള സിനിമയുടെ മാറ്റത്തെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തരത്തിൽ നമ്മുടെ സിനിമ ഈ ഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുൻപ് ആഘോഷിച്ച പല സിനിമകളും രാഷ്ട്രീയമായി പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പല മൂല്യങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉൾച്ചേർന്നിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. പല ഡയലോഗുകൾ, പല കഥാപാത്രങ്ങൾ ഒക്കെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷേ അതൊരു കാലത്ത് നമ്മൾ ആഘോഷിച്ചവയുമായിരിക്കും. പക്ഷേ ശ്രീനിവാസൻ ചിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഏതെങ്കിലും തരത്തിൽ അത്തരം തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇന്ന് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് തോന്നേണ്ടി വരുന്ന ചിത്രങ്ങളോ കഥാപാത്രങ്ങളോ ഒക്കെ വളരെ കുറവാണ് എന്നതുകൂടി നമ്മൾ കാണണം. സ്ത്രീ കഥാപാത്രങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഗ്ലാമറസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ സ്ത്രീ എന്ന ഒരു പരിവേഷം പ്രയോജനപ്പെടുത്താൻ വേണ്ടി മാത്രമോ ഉപയോഗിച്ച ചിത്രങ്ങൾ ഇല്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ ആ വിധത്തിലൊക്കെ ശ്രീനിവാസൻ ചിത്രങ്ങൾ എത്രമാത്രം കറക്റ്റായിരുന്നു? തീർച്ചയായും ഞാൻ അതിനോട് ഏറെക്കുറെ യോജിക്കുന്നു. ചില സൂക്ഷ്മ വിമർശനങ്ങളുണ്ട്, അതിരിക്കട്ടെ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഗ്രാമത്തെ വിമർശിക്കുന്നു, ഞാൻ പറഞ്ഞു കുടുംബത്തെ വിമർശിക്കുന്നു, രാഷ്ട്രീയത്തെ വിമർശിക്കുന്നു, സിനിമയെ വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതിലേക്ക് എത്തിച്ചേരുന്നത് ഒരൊറ്റ എടുത്തുചാട്ടത്തിലൂടെ വന്നതല്ല. അദ്ദേഹം പാനൂരിൽ നിന്ന് നേരെ സിനിമയിലേക്ക് വന്ന ഒരാളല്ല. അദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പഠനം പൂർത്തിയാക്കി. രജനീകാന്ത് അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു, നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം അന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും ഉന്നതരായ സംവിധായകർ പി.എ. ബക്കർ, ജി അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ, അതുപോലെ കെ.ആർ. മോഹനൻ, ടി.വി. ചന്ദ്രൻ, കെ.ജി. ജോർജ്, ഇത്തരം ആളുകളുടെ എല്ലാം സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ പ്രിയദർശൻ, സത്യനന്ദിക്കാട്, കമൽ പോലുള്ള വളരെ പോപ്പുലറായ, അതേ സമയത്ത് മധ്യവർത്തി സിനിമകൾ എന്ന് പറയുന്ന ആ സിനിമകളിലും ആണ് സഹകരിക്കുന്നത്. ഇതില് വി കെ ശ്രീരാമൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് ശ്രദ്ധിക്കുകയുണ്ടായി. വി കെ ശ്രീരാമൻ നേരത്തെ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സ്വരൂപം, കെ.ആർ. മോഹന്റെ സ്വരൂപവും അതുപോലെ തന്നെ ടി.വി. ചന്ദ്രന്റെ ആലീസിന്റെ അന്വേഷണം, ഈ രണ്ട് സിനിമകളും മലയാള സിനിമയിലെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സിനിമകളാണ്. ഈ രണ്ട് സിനിമയിലെയും കഥാപാത്രങ്ങളുടെ ഛായയിലുള്ള ഒരു കഥാപാത്രമാണ് ചിന്താവിഷ്ടയ ശ്യാമളയിലെ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. യഥാർത്ഥത്തിൽ അവരെക്കാൾ ഈ രണ്ട് കഥാപാത്രങ്ങളെയും പോപ്പുലർ സിനിമ അത്ര, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ അത്ര അധികം കണ്ടിട്ടില്ല. സ്വരൂപോ ആലീസിന്റെ അന്വേഷണമോ അത് ആർട്ട് സിനിമ സ്ട്രീമിൽ പോയതോടുകൂടിയിട്ട് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള സ്ഥലത്താണ് പോയത്. നേരത്തെ മറിച്ച് ചിന്താവിഷ്ടയ ശ്യാമള മുഴുവൻ കേരളീയരും കണ്ടു, കേരളത്തിന് പുറത്തുള്ളവരും കണ്ടു. അപ്പൊ ഈ കഥാപാത്രങ്ങളിൽ നിന്നും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ചിലപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ അത് മോഷണം എന്നൊക്കെ പറയും. എനിക്ക് അതിനോട് അത്തരം പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം അദ്ദേഹം തന്നെയാണ് അതിൽ ആ സ്വരൂപത്തിലെ കഥാപാത്രത്തെ ശ്രീനിവാസൻ തന്നെയാണ് അവതരിപ്പിച്ചത്. അത് ഇതിലേക്ക് പോയി എന്നുള്ളത് മോനേട്ടൻ ഞാനും തന്നെ ആ കാര്യം സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഛായയിൽ അദ്ദേഹം അത് കുറെ കൂടി പോപ്പുലർ അപ്പീൽ കിട്ടുന്ന രീതിയിൽ, അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ, സഹോ പന്ന്യം പറഞ്ഞതുപോലെ, അതിലേക്ക് അദ്ദേഹം ഈ ലാളിത്യത്തിലേക്ക് എത്തുന്നത് പോലും വളരെ ദീർഘമായ യാത്രയുടെയും സങ്കീർണം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി കറക്റ്റായ കാര്യങ്ങളും അതുപോലെ തന്നെ പൊളിറ്റിക്കലി ഏറ്റവും ശരിയായ കാര്യങ്ങൾ വരും കാലത്തും അധികം തിരുത്തേണ്ടതില്ലാത്ത കാര്യങ്ങൾ. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന്റെ അത് എവിടെയോ ഓർക്കപ്പെടാത്തതോ അല്ലെങ്കിൽ ഞാൻ എവിടെയും പരാമർശിച്ച ആൾക്കാരെ കാണാത്തൊരു കാര്യമാണ്. കാരണം മുൻപ് അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരൻ, എല്ലാവർക്കും അറിയാം. സഹോ പന്ന്യം കണ്ണൂർ ജില്ലക്കാരനാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ് മാത്രമല്ല കൂത്തുപറമ്പ്, പാനൂരാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അവിടെയാണ് പൊതുവെ തന്നെ സംഘർഷങ്ങളുടെ ഒരു മേഖലയായിട്ടും, അതായത് RSS CPM സംഘടനകളുടെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിനെ സംബന്ധിച്ച് ഇടപെട്ടോട്ടെ ശ്രീ ജി പി രാമചന്ദ്രൻ, ഒരിക്കൽ കട്ടായി പോയതുകൊണ്ടാണ്. നമുക്ക് ഇപ്പം രഞ്ജിനി വീണ്ടും ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. രഞ്ജിനി, ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും. ആ ചിത്രം ഉൾപ്പെടെയുള്ള സിനിമകൾ എന്റെ മനസ്സിലേക്ക് എത്തുന്നു. ഈ സമയത്ത് താങ്കൾക്ക് എങ്ങനെയാണ് ശ്രീനിവാസനെ ഓർക്കാൻ കഴിയുന്നത്? ശ്രീനിവാസൻ വളരെ ഒരു സിമ്പിളാണ് ഒരു ആക്ടറാണ്. എന്തായാലും ഞാൻ അവരെ ജീനിയസ് ആണ് പറയുന്നത്. കാരണം ഓരോരോ സ്ക്രിപ്റ്റ്, ഒരു ഡയലോഗ് എല്ലാം ഒരു മൈൽ സ്റ്റോൺ അല്ലേ. ഇപ്പോഴും നമ്മുടെ ലൈഫിൽ അത് യൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങളല്ലേ വിട്ടിട്ട് പോയിരിക്കുന്നത്. ആൻഡ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങേരോട് ചേർന്ന് ഞാൻ കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചു. അങ്ങേരോട് ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ഇരിക്കണം,
ഒരു എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ ഡയലോഗ് ഡെലിവറി ചെയ്യണം, അത്രയ്ക്ക് ഒരു വളരെ ഒരു സിംപ്ലിസിറ്റി പേഴ്സൺ, ഒരു സ്വീറ്റ് ഹ്യൂമൻ ബീയിങ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ എത്രയ്ക്ക് വലിയ സ്ക്രിപ്റ്റ് റൈറ്ററോ ആക്ടറോ ആയിരുന്നാലും ലേമൻ നോർമൽ ആൾക്കാരെ കിട്ടി എങ്ങനെ സംസാരിക്കണം, അത് വളരെ ഒരു ലേണിംഗ് ആണ് നമുക്ക്. അത്രയ്ക്ക് സിംപ്ലിസിറ്റി. തീർച്ചയായും. അപ്പൊ പറഞ്ഞോളൂ. അല്ല, അങ്ങനെ ഇന്ന് പോയതിൽ എനിക്ക് വളരെ സങ്കടം ദുഃഖമുണ്ട് എല്ലാവരും പോലെ. പക്ഷെ അങ്ങേര് ഒരു റിച്ച് ലെഗസിയാണ് വിട്ടിട്ട് പോയിരിക്കുന്നത്. ഇപ്പോഴും അങ്ങേരുടെ പടങ്ങളും ഡയലോഗ്സും ഇനി ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല. ഹി ലിവ്സ് ഇൻ അവർ ഹാർട്ട്. ഇപ്പോ ഈ പരിചയപ്പെട്ടവർക്ക്, സൗഹൃദം ഉണ്ടായിരുന്നവർക്കൊക്കെ എപ്പോഴും ചിരിക്കുന്ന, ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എത്ര സീരിയസ് മാറ്ററുകളെ പോലും വളരെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന, അല്ലെങ്കിൽ സെറ്റുകളിൽ സാധാരണ തമാശകൾ പറയുന്ന, ആരെങ്കിലും തമാശ പറഞ്ഞാൽ അതിലൊക്കെ ആർത്ത് ചിരിക്കുന്ന ഒരു ശ്രീനിയേട്ടനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്. പലരും ആ രീതിയിലുള്ള ഓർമ്മകൾ പങ്കുവെച്ചു കഴിഞ്ഞു. താങ്കളുടെ അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ കണ്ടതില്ല അങ്ങനെ അത്രയ്ക്ക്. ഐ മീൻ ജോക്ക് ചെയ്യും പക്ഷെ ചിരിക്കില്ല. സീരിയസ് ആയിട്ടാണ് ജോക്ക് ചെയ്യും, പക്ഷെ നമ്മൾ ചിരിച്ചു പോകും. അങ്ങനെ ഒരു സെൻസ് ഓഫ് ബ്യൂട്ടിഫുൾ സെൻസ് ഓഫ് ഹ്യൂമർ. ഏത് കണ്ടാലും എന്ത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ജോക്ക് അവിടെ പറയും.